നമസ്കാരം. എൻ്റെ പേര് രഞ്ജിത്ത് നമ്പൂതിരി, ഭാഗവത സപ്താഹാചാര്യനാണ്. ഞാനിപ്പോഴുള്ളത് കണ്ണൂർ ജില്ലയിലെ മമ്പറത്ത് തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ഉള്ളത്. ഇവിടെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നു. 2026 ജനുവരി 18 മുതൽ 25 വരെയാണ് സപ്താഹയജ്ഞം നടക്കുന്നത്. ഇന്ന് അതിൻ്റെ 3ാമത്തെ ദിവസമാണ്. എല്ലാ ദിവസവും രാവിലെ 6 മണിയോടുകൂടി സമാരംഭിച്ച് വൈകുന്നേരം 7 മണിയോടുകൂടി അവസാനിക്കുന്നതാണ് സപ്താഹയജ്ഞം. ഇതിന് രാവിലെ പ്രഭാത ഭക്ഷണം, ഉച്ചയ്ക്ക് എല്ലാവർക്കും അന്നദാനം, വൈകുന്നേരം എല്ലാവർക്കും ഇങ്ങനെ ഭക്ഷണത്തോടുകൂടി ശ്രീകൃഷ്ണ കഥ പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെ കഥ വിശദീകരിക്കുന്ന ഭാഗവതം എന്ന ഗ്രന്ഥം പാരായണം ചെയ്യുകയും പ്രഭാഷണം ചെയ്യുകയുമാണ് ഇവിടെ നടക്കുന്നത്. ഈ പ്രദേശത്തുള്ള എല്ലാ ഭക്തജനങ്ങളും ഈ യജ്ഞത്തിലേക്ക് ജനങ്ങളുടെ പങ്കാളിത്തം ഓരോ ദിവസവും വർദ്ധിച്ച് വരികയാണ്. എല്ലാവരുടെയും പങ്കാളിത്തം ഈ ഒരു യജ്ഞത്തിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥമായ വസ്തുത എന്താണ് ലക്ഷ്യം, ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു പുണ്യപുരാണമാണ് ശ്രീമദ് ഭാഗവതം. അത് കേൾക്കുന്നതേ പുണ്യം. എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഭഗവാന്റെ നാമത്തിൽ ക്ഷേത്രത്തിലേക്ക് സാദരം ക്ഷണിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഉച്ചക്ക് ഇവിടെ കഴിക്കാനുണ്ടായ ഫുഡ് നോക്കാം. നല്ല ചോറായിരുന്നു കേട്ടോ. ഞാനവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം 2:30 കഴിഞ്ഞിട്ട്, എന്നാലും എനിക്ക് ചോറും കറിയും നല്ല ചീരവറവൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് വൈകുന്നേരം എന്താ കഴിക്കാനുള്ളത് നോക്കാം. ഇവിടെ കുറച്ച് ഇതേപോലെയുള്ള വയസ്സായ ആൾക്കാരുണ്ട്, പിന്നെ വയസ്സായ സ്ത്രീകളും, പിന്നെ നമ്മളെപ്പോലുള്ള ആൾക്കാരെല്ലാവരും ഉണ്ട് കേട്ടോ. കുട്ടികളൊക്കെ ഉണ്ട്. സ്കൂളൊക്കെ ഉള്ള ദിവസമല്ല, എന്നാലും കുട്ടികളൊക്കെ ഉണ്ട്. കുറച്ച് വൈകുന്നേരം എല്ലാവരും കൂടി വർത്താനം പറഞ്ഞ് നല്ല ചായയും പിന്നെ ഉണ്ടെന്ന് വെച്ചാൽ അരിയും അവരും കൂടി മിക്സ് ആക്കിയത്. പാരായണം കഴിഞ്ഞിട്ട് പ്രഭാഷണം കഴിഞ്ഞിട്ട് ചായയും ഉണ്ട്. ഇനി 4 ദിവസം കൂടി ഉണ്ട്. ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് വെച്ചാൽ നമ്മൾ മമ്പറം ടൗണിൽ തന്നെ ബസ് ഇറങ്ങിയിട്ടാകുമ്പോൾ കൂത്തുറമ്പിലേക്ക് പോകുന്ന ലെഫ്റ്റ് സൈഡിൽ ഈ ചെറിയൊരു റോഡ് കാണും. ആ റോഡ് വഴി പോയിട്ടാകുമ്പം ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം.